നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ തൊപ്പികളുടെയും കുപ്പികളുടെയും ഒക്കെ പിറകെ നടക്കുന്നതിന് പകരം രാജ്യത്തെയും ലോകത്തെയും ബാധിക്കുന്ന അതീവ ഗൗരവതരമായ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മൾ ജിയോ പൊളിറ്റിക്സിൽ ഇന്ന് വളരെ കൃത്യമായി ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളിൽ കുറച്ചുകൂടി വ്യത്യസ്തമായി ഈ കാര്യങ്ങൾ വരും. പക്ഷേ നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളിലോ അതുപോലെ തന്നെ പത്രങ്ങളിലോ പ്രിന്റ് മീഡിയകളിലോ പലപ്പോഴും ഇതിന് വലിയ പ്രാധാന്യം കിട്ടാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഏഷ്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ബ്രഹ്മപുത്രയുടെ തീരങ്ങളിലെ ജനങ്ങൾ ഇപ്പോൾ ആശങ്കയുടെ നിഴലിലാണ്. ടിബറ്റിൽ ചൈന നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇത്രയും നാൾ അയൽ രാജ്യങ്ങളുടെയും ഇന്ത്യയുടെയും ഉറക്കം കെടുത്തിയിരുന്നത് ജലവിഹിതം കുറയുമെന്ന ഏക ഭീതിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ പുതിയൊരു ഭീതി കൂടി വരുന്നു. ബ്രഹ്മപുത്ര നദിയിൽ ചൈന പണിയാൻ പോകുന്ന ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി താഴേക്കുള്ള ഇന്ത്യയിലെ ടിബറ്റിലെയും ബംഗ്ലാദേശിലെയും ഭാഗത്ത് വെള്ളം കുറയും എന്നുള്ള ഒരു സംശയമാണ് നമുക്കുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു വലിയ ഭീഷണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ പ്രദേശം അതിശക്തമായ ഭൂകമ്പ ബാധിത പ്രദേശമാണെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. ഭൗമശാസ്ത്ര പഠനമനുസരിച്ച് ഇതോടെ ചൈനയുടെ മെഗാ ഡാം പദ്ധതി കേവലം ഒരു തർക്ക വിഷയം എന്നതിനപ്പുറം വലിയൊരു ദുരന്ത മുഖത്താണോ നിൽക്കുന്നതെന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ചൈനീസ് പഠനങ്ങൾ പറയുന്നത്, ചൈനീസ് സർക്കാരിന്റെ കീഴിലുള്ള ചൈന ജിയോളജിക്കൽ സർവേയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSI ഉള്ളതുപോലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉള്ളതുപോലെ ചൈനീസ് ജിയോളജിക്കൽ സർവേ നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സെഡിമെന്ററി ജിയോളജി ആൻഡ് ടെത്തിയൻ ജിയോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് നിർദ്ദിഷ്ട ഡാമിന്റെ റിസർവോയറിൽ പ്രദേശത്തിന് തൊട്ടു താഴെയായി പൈഷൻ ഫോൾട്ട് എന്ന സജീവമായ ഭ്രംശരേഖ കടന്നു പോകുന്നുണ്ട്. അത് ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ്. ഏകദേശം 9500 വർഷങ്ങൾക്ക് മുമ്പ് ഹോളോസിൻ കാലഘട്ടത്തിൽ ഈ ഭ്രംശരേഖയിൽ വലിയ ചലനങ്ങൾ ഉണ്ടായതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഭൗമശാസ്ത്രപരമായി ഇത് വളരെ അടുത്ത കാലത്തായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാൾട്ട് ലൈൻ ഇപ്പോഴും സജീവമാണ്. ഇതിന് തെളിവായി 2017 ഈ മേഖലയിലുണ്ടായ 6.9 തീവ്രതയിലുള്ള മിലൻ ഭൂകമ്പത്തെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. തുടർച്ചയായ ഭൗമചലനങ്ങൾ കാരണം ഇവിടുത്തെ പാറകളുടെ ഘടന തകരുകയും അവയ്ക്ക് ബലക്ഷയം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡാം നിർമ്മിക്കുകയും റിസർവോയറിൽ ദശലക്ഷക്കണക്കിന് ടൺ വെള്ളം നിറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിത സമ്മർദ്ദം ഈ ഫോൾട്ട് ലൈനെ കൂടുതൽ സജീവമാക്കാനും വൻ ഭൂകമ്പം ഉണ്ടാകാനും കാരണമാകുമെന്നുള്ള സാധ്യത വളരെയേറെ ആണെന്നാണ് ചൈനീസ് ജിയോളജിക്കൽ സർവേ പറയുന്നത്. ചൈനയെ സംബന്ധിച്ച് ഇത് കേവലം ഒരു അണക്കെട്ടല്ല, അവരുടെ ദേശീയ അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഡാമിൻ്റെ നിലവിലുള്ള 3 ഗോർജ് ഡാമിനേക്കാൾ വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ടാണ് അവർ അത് ലക്ഷ്യമിടുന്നത്. 2025 ജൂലൈയിൽ ചൈനീസ് പ്രീമിയർ ലീഗ് ചിയാങ് പങ്കെടുത്ത വൻപൻ ചടങ്ങോടെയാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കമിട്ടത്. അപ്പോൾ തുടങ്ങിയിട്ട് 1 വർഷമായി. ചൈനയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക, ടിബറ്റ് മേഖലയുടെ വികസനം സാധ്യമാക്കുക എന്നിവ ലക്ഷ്യങ്ങളാണ്. യാർലങ് സാങ്പോ നദി ടിബറ്റിലെ ഗ്രാൻഡ് കാൻയോൻ കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പുള്ള ഭാഗത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഇവിടെ നദി വളരെ ചുരുങ്ങിയ ദൂരത്തിനുള്ളിൽ കുത്തനെ താഴേക്ക് പതിക്കുന്നതിനാൽ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എന്നാൽ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യവും കുറവും ശാപവും. ദുർബലമായ മണ്ണും മലനിരകളും നിറഞ്ഞ ഈ പ്രദേശത്ത് വെള്ളം കെട്ടി നിർത്തുമ്പോൾ വലിയ തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾക്കും മലയിടിച്ചിലുകളും ഉണ്ടാകാനുള്ള സാധ്യത ഡാമിൻ്റെ സുരക്ഷയെയും അവിടെ ജോലി ജീവനക്കാരുടെ ജീവനെയും ഒരുപോലെ അപകടത്തിലാക്കാം എന്നാണ് വന്നിരിക്കുന്ന പഠനങ്ങൾ. ഇന്ത്യയും ബംഗ്ലാദേശിനെയും ബാധിക്കും. നദിയുടെ താഴത്തെ തടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഈ പദ്ധതി വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്ന നദി ടിബറ്റിൽ നിന്നും ചൈനയുടെ ഭാഗത്തുള്ള ടിബറ്റിൽ നിന്നും ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്ന നദി പിന്നീട് ആസാമിലൂടെ ഒഴുകി ബംഗ്ലാദേശിലെത്തി അവിടെ വഴിയാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നത്. കോടിക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ളം, കൃഷി, മത്സ്യബന്ധനം, ഉപജീവന മാർഗം എന്നിവ ഈ നദിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, ബ്രഹ്മപുത്രയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചൈന സാധാരണ സമയങ്ങളിൽ ചൈന ഡാമിൽ വെള്ളം സംഭരിച്ചു വയ്ക്കുന്നത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും കടുത്ത ജലക്ഷാമത്തിനും വരൾച്ചയ്ക്കും സാധ്യതമാകാറുണ്ട്. നേരെ മഴക്കാലത്ത് ചൈന ഒളിച്ച് തുറന്നുവിട്ടാൽ അത് വടക്കിഴക്കൻ ഇന്ത്യയിൽ പ്രകൃതി ദുരന്തങ്ങൾക്കും വഴിവെക്കും. പുതിയ ഭൗമശാസ്ത്ര പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് ഇതാണ്. ഇന്ത്യക്കായാലും ബംഗ്ലാദേശിനായാലും അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഒരു ഭൂകമ്പം ഉണ്ടാവുകയും ഡാം തകരുകയും ചെയ്താൽ റിസർവോയറിലെ
വെള്ളം മിനിറ്റുകൾക്കകം ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും കുതിച്ചെത്തും. ഇത് അരുണാചൽ പ്രദേശിനെയും ആസാമിനെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ പോകുന്ന ഒരു മെഗാ സുനാമിക്ക് സമാന്തരമായ അവസ്ഥ സൃഷ്ടിച്ചേക്കാമെന്നാണ് ലോക ഭൗമശാസ്ത്ര സമൂഹം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ചൈനീസ് നിലപാടുകളിൽ യാതൊരു സുതാര്യതയുമില്ലാതെ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ചൈന നടത്തുന്ന രഹസ്യ സ്വഭാവം രാജ്യാന്തര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നദീതട കരാറുകളോ വിവരങ്ങൾ പങ്കുവയ്ക്കലോ കൃത്യമായി പാലിക്കാത്ത ചൈന തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ നിരന്തരമായി ഈ വിഷയത്തിൽ തങ്ങളുടെ ആശങ്ക ചൈനയെ അറിയിക്കുന്നുമുണ്ട്. ചൈന ഒരു വലിയൊട്ടൻ കളിയാണ് ഇതിനകത്ത് കളിക്കുന്നത്. അയൽ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും മുകൾത്തട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താഴെയുള്ള രാജ്യങ്ങളെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ന്യൂഡൽഹി ചൈനയോട് കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു ആഭ്യന്തര വികസന പദ്ധതി മാത്രമാണെന്ന നിലപാടിലാണ് ചൈന നിൽക്കുന്നത്. ബെയ്ജിങ്ങിൽ ചൈനയുടെ സ്വന്തം ശാസ്ത്രജ്ഞർ ഇപ്പോൾ അപകട സാധ്യതകൾ വിളിച്ചു പറയുമ്പോൾ ചൈനയ്ക്ക് ഇത് പൂർണ്ണമായി അവഗണിക്കാനും കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അവരുടെ തന്നെ ശാസ്ത്രജ്ഞരാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഭൂകമ്പം ഉണ്ടാകാനുള്ള ഫാൾട്ടി മേഖലയാണ്, ഉണ്ടായാൽ ഡാം തകരാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ബുദ്ധിമുട്ട് വരും. ചൈനയ്ക്കും ഇന്ത്യക്കും ടിബറ്റിനും അരുണാചൽ പ്രദേശിനും ആസാമിനും ബംഗ്ലാദേശിനും എല്ലാം ബുദ്ധിമുട്ട് വരുന്ന ഈ പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന വൻകിട നിർമ്മാണങ്ങൾ പലപ്പോഴും ദുരന്തങ്ങളിലാണ് കലാശിക്കാറുള്ളത്. ഹിമാലയൻ മലനിരകളും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഭൗമശാസ്ത്രപരമായ അതീവ തെങ്കനമായ ഒരു മേഖലയാണ്. അവിടെ സജീവമായ ഒരു ഫോൾട്ട് ലൈനിന് മുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് വരുമ്പോൾ ആത്മഹത്യാപരമാണ്. ഇത് ചൈനയുടെ മാത്രം സുരക്ഷാ പ്രശ്നമല്ല, ഇത് വളരെ ഗൗരവതരമായ ലോകത്തിൻ്റെ ഒരു രാജ്യത്തിലെ 2 രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. ചൈന ഈ ഭൗമശാസ്ത്ര മുന്നറിയിപ്പുകളെ ഗൗരവമായി കാണണമെന്നും രാജ്യാന്തര സമൂഹമായും അയൽ രാജ്യങ്ങളുമായി സഹകരിച്ച് പദ്ധതിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ തയ്യാറാകണമെന്നാണ് ലോകം തന്നെ ചൈനയോട് ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ വരും തലമുറകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തമായിരിക്കും. ഇന്ത്യയുടെ ടിബറ്റൻ മേഖലയിൽ ബ്രഹ്മപുത്ര നദിയുടെ തലയ്ക്ക്, ഇന്ത്യയുടെ തലയ്ക്ക് അവിടെ ഒരു ജലബോംബ് നിൽക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ തലയ്ക്ക് 130 വർഷങ്ങൾക്ക് മുമ്പ് പണിത മറ്റൊരു ജലബോംബ് മുല്ലപ്പെരിയാറിൻ്റെ രൂപത്തിൽ ഇവിടെ നിൽപ്പുണ്ട്. ഈ ജലബോംബുകൾ പണിയുമ്പോൾ അതിനാവശ്യമായ സുരക്ഷകളില്ലാതെ ചെയ്യുമ്പോൾ അതെത്ര വർഷത്തേക്കാണോ പണിയുന്നത് അത്ര വർഷം കഴിയുമ്പോൾ അത് പുനഃസൃഷ്ടിക്കാതിരിക്കുമ്പോൾ അതിനാവശ്യമായ പ്രവർത്തനങ്ങളും സുരക്ഷയും എടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ താഴ്വശങ്ങളിലേക്ക് ജനങ്ങൾ മുകളിൽ ഇങ്ങനെ ഒരു ജലബോംബ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രിക്കോഷനുകൾ എടുക്കാതെ താഴെ വന്ന ആളുകൾ താമസിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളുടെ ജലബോംബുകളുടെ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. ബ്രഹ്മപുത്രയിൽ നടത്തിയിരിക്കുന്ന ചൈനയുടെ ഈ പ്രവൃത്തി വളരെ കൃത്യമായ വിമർശനത്തിലാണ് ലോക ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലും ലോക സാമ്പത്തിക വിദഗ്ധരുടെ ഇടയിലുമൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിലും വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിരിക്കുന്നതാണ് ബ്രഹ്മപുത്രയിലെ ജലബോംബ്. അവിടെ ബ്രഹ്മപുത്രയിൽ ജലബോംബ് പണിതിരിക്കുന്ന പോലെ കേരളത്തിൽ മുല്ലപ്പെരിയാറിലും ഒരു ജലബോംബുണ്ട്. ഈ ജലബോംബുകൾ ഇന്നത്തെ ഉറക്കം കെടുത്തുന്നത് മാത്രമല്ല ഭാവി തലമുറകളെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചൈനയായാലും ഇന്ത്യയായാലും ആഭ്യന്തരമായ കാര്യങ്ങളെന്ന് പറഞ്ഞവയൊന്നും ഒഴിവാക്കാനാകില്ല. ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. തലമുറകളെ മനുഷ്യർ തന്നെ ഇന്നിൻ്റെ പ്രവർത്തികൾ ഓരോന്നും നാളെയുടെ ജനതയെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുമോ? നമുക്ക് കാത്തിരുന്നു കാണാം. ഒരുപക്ഷെ അത് കാണാൻ നമ്മൾ ഉണ്ടാകണമെന്നില്ല.